പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിലെ കാലതാമസം തുടർക്കഥ. ഇന്ത്യയിൽ നിന്ന് അനുമതി ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. മരണപ്പെട്ടാലും പ്രവാസിക്ക് ലഭിക്കുന്നത് അനീതി മാത്രമാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൃതദേഹം നാട്ടിലെത്തിക്കണമെങ്കിൽ അനുമതികൾക്കായി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ. നിരവധി മൃതദേഹങ്ങളാണ് നാട്ടിലെത്തിക്കാനായി ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്നത്. ഗൾഫിൽ മരിച്ച പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാനായി നാട്ടിലുള്ളവരുടെ കാത്തിരിപ്പാണ് പുതിയ തീരുമാനം മൂലം നീളുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാനെടുക്കുന്ന കാലതാമസമാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്താൻ വിലങ്ങുതടിയാകുന്നത്. നേരത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എളുപ്പത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ. മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ കേന്ദ്ര അനുമതി വേണ്ട എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചുവെങ്കിലും പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൃതദേഹം മോർച്ചറിയിൽ നിന്നൊക്കെ റിലീസാക്കിയതിന് ശേഷം ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്തിട്ടാണ് ഈ അപ്രൂവലിന് വേണ്ടി അയക്കുന്നത്. ഈ അപ്രൂവൽ കിട്ടാൻ വൈകുന്നതോടുകൂടി ആ ഫ്ലൈറ്റ് പോവും. പിന്നെ അതേ നമ്പർ ഫ്ലൈറ്റ് തിരിച്ചു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും ഡിലേ ഈ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തടസ്സമാവുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ അപ്രൂവൽ കിട്ടാനുള്ള ഡിലേ കാരണം പ്രയാസപ്പെടുന്നുണ്ട്. ഒക്കെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇതേപോലുള്ള ഡിലേകൾ സാമൂഹ്യ പ്രവർത്തകർക്ക് പോലും വലിയ തലവേദനയായിട്ട് മാറുകയാണ്. ഇതിനു പുറമെ ഇവിടെ മരിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ FOC അഥവാ ഫ്രീ ഓഫ് കോസ്റ്റ് സംവിധാനത്തിലൂടെ അയക്കാനുള്ള സൗകര്യവും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ അനൂപ് എന്ന പ്രവാസിയുടെ മൃതദേഹം ഇവിടെ പെട്ടുപോയത് 17 ദിവസമാണ്. UAE നിന്ന് നാട്ടിലേക്ക് മൃതദേഹം അയക്കാനുള്ള തുക 1 ലക്ഷത്തിലധികം രൂപയാണ്. ഇവിടെ മരിക്കുന്ന സാധാരണ തൊഴിലാളിയുടെ കുടുംബങ്ങളാണ് ഈ അവസരത്തിൽ ദുരിതത്തിലാവുക. ഇത്തരം സമയത്ത് മൃതദേഹം FOC അയക്കാൻ കോൺസുലേറ്റിനെ സമീപിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: ബോഡി റിലീസ് ചെയ്ത് എംബാം ചെയ്യാനായിട്ട് സോനാപ്പൂർ വരുമ്പോഴാണ് അവിടെ നമ്മളോട് പറയണത് 6200 ദർഹംസ് വേണം എംബാം ചെയ്ത് ഫ്ലൈറ്റിൽ കയറ്റിവിടാൻ. ഇതിൽ ഇടപെട്ടത് അഷ്റഫ് താമരശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇന്ന് രാവിലെ നമ്മളെ കോൺസുലേറ്റിൽ, ഇന്ത്യൻ കോൺസുലേറ്റിൽ നമ്മൾ രാവിലെ ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. അവിടെ ചെന്ന് നമ്മളെല്ലാ പേപ്പേഴ്സും ഓക്കെയാണ്. അതായത് ഇവരെ എന്തെങ്കിലും ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഇവിടുന്ന് കയറ്റി വിടാൻ പറ്റും. അതിനുവേണ്ടി നമ്മളൊരു 9 മണി വരെ വെയിറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ വൈഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരെണ്ണം വേണം, പിന്നെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം, 3-മതായിട്ട് തഹസിൽദാർ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. ഇന്ന് ബോഡി പോകാൻ തയ്യാറായി നിൽക്കുന്ന ബോഡിക്ക് നമ്മൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് പോസിബിൾ അല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പോസിബിളായ കാര്യമല്ല. അതിനുവേണ്ടി നമുക്ക് എത്ര നേരം അവരത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ, ഞാനൊരു പാകിസ്ഥാനിയല്ല, ഞാനൊരു ഇന്ത്യനാണ്, ഇന്ത്യൻ പൗരനാണ്. നമ്മുടെ കോൺസുലേറ്റിൽ പോയിട്ടാണ് നമ്മൾ ഈ റിക്വസ്റ്റ് ചെയ്യണത്. ഒരു വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്ന പയ്യൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാതെ തരാൻ പറ്റില്ല. സുമനസ്സുകളുടെ സഹായത്തോടെ ഈ തുക സമാഹരിച്ചാണ് പലപ്പോഴും ഇത്തരം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാകുന്നത്. പ്രവാസികൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട വെൽഫെയർ ഫണ്ട് കെട്ടിക്കിടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നത് എന്നതാണ് ശ്രദ്ധേയം. അടിയന്തരമായ ഇടപെടലാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ആവശ്യം. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.